അനർത്ഥം വരേണ്ടതിന് അഗീത്തോബേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചു. ദൈവത്തിന് സ്തോത്രം. ചരിത്ര പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ദാവീദിനെ ഈ സിംഹാസനത്തിൽ നിന്ന് മാറ്റി അബ്ശാലോമിന് കസേര കയറി ഇരിക്കണം. അതിനുള്ള തന്ത്രമായിരുന്നു. അതിന് പുള്ളി രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ്, എൻ്റെ ഭാഷ പുട്ടിയെല്ലാം ഇട്ട് അല്ലേ, പുട്ടിന്നല്ലേ, നരച്ചതെല്ലാം ഒന്നുകൂടെ കറപ്പിച്ച് സൈഡും എല്ലാം ക്ലിയറാക്കി, ഈ പിള്ളേരുടെ ഭാഷ, എൻ്റെ ഭാഷയല്ല, ചോക്ലേറ്റ് ചിരിയല്ല ചിരിച്ച് പ്രാകാരത്തിൽ പടിവാതിക്കെ പോയി നിൽക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് മഹാരാജാവിനെ മുഖം കാണിക്കാൻ വന്നാൽ അവൻ ആളിനെ അകത്തോട്ട് വിടുകയല്ല. അവന് അവിടെ നിന്ന് ഫോൺ നമ്പർ മേടിച്ച് പിന്നെ ഇവനായി ഇടപാടല്ല. ദാവീദ് ഫോൺ എടുക്കുകയല്ലെന്നാ പറയാൻ. ദാവീദ് വരുന്നവൻ്റെ നമ്പർ മേടിക്കുക, തിരിച്ചങ്ങോട്ട് മിസ് കോൾ. ഷീനോ പറഞ്ഞല്ലേ മിസ് കോൾ, അതാ. അല്ല, അഥവാ ഒരു കേസ് വന്നാൽ നമ്മൾ രണ്ടും പോകണം. ചുരുക്കി പറഞ്ഞാൽ ആൾക്കാർ എല്ലാം വശീകരിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ, 6-ാമത്തെ വാക്യത്തിൽ ഇവൻ വശീകരിച്ചെന്ന 6-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ചേ, അങ്ങനെ അബ്ശാലോം ഇസ്രായേൽ മക്കളുടെ ഹൃദയം അങ്ങനെ വശീകരിച്ചു. എങ്ങനെ? ചക്കരവാക്കും മുഖസ്തുതിയും കെട്ടിപ്പിടുത്തവും മുത്തമടിയിലും ഇട്ട് ഇസ്രായേൽ മക്കളുടെ ഹൃദയമെല്ലാം വശീകരിച്ചു. 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ വായിച്ചേ, അല്ലല്ല ഇങ്ങനെന്ന് വായിച്ചേ, ഇങ്ങനെ ജനം നിത്യ അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് കൂട്ടുകെട്ടിന് ബലമേറി വന്നു. അപ്പോൾ അങ്ങനെ വശീകരിച്ചു. 6-ാം വാക്യത്തിന്റെ ഒടുവിൽ അങ്ങനെ വശീകരിച്ചു. 12-ാം വാക്യത്തിനൊടുവിൽ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ, അങ്ങനെ വശീകരിച്ചു. എങ്ങനെ? ചക്കരവാക്ക്, മുഖസ്തുതി, കെട്ടിപ്പിടുത്തം, മുത്തമിടിയിൽ അങ്ങനെ വശീകരിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ വീഴും. അപ്പൊ അങ്ങനെ വശീകരിച്ചപ്പം 12-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ ജനം അബ്ശാലോമിന്റെ അടുക്കൽ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആള് കൂടും. സ്തോത്രം. ചുരുക്കി പറഞ്ഞ അങ്ങനെ ഇങ്ങനെയല്ല, ഇവൻ ആൾക്കാരെ വശീകരിച്ചു, വരുതി കൊണ്ടുവന്നു. എന്നിട്ട് ദാവീദിന് വിരോധമായി തന്ത്രമൊരുക്കി. അബ്ശാലോം തൻ്റെ ആൾക്കാരോട് പറഞ്ഞു, ഞാൻ അപ്പനോട് വന്ന് പറഞ്ഞു, എനിക്ക് ഹെബ്രോനിൽ പോയി യാഗം കഴിക്കണം, പൊയ്ക്കോളാൻ പറഞ്ഞു. പോയ പോക്കിന് അഗീഥോബേലിനെ കൂട്ടുപിടിച്ചു പറഞ്ഞു, ഞാൻ ഹെബ്രോന് യാഗത്തിൻ്റെ പേര് പറഞ്ഞു പോകുകയാണ്, നിങ്ങൾ ആൾക്കാരെ കൂട്ടി പെരുമ്പറമെടുക്കി വിളംബരം ചെയ്യണം, അബ്ശാലോം ഹെബ്രോന് രാജാവായെന്ന്. ഈ വാർത്ത ദാവീദിന്റെ കാതിലെത്തി. അപ്പോൾ ദാവീദ് പറഞ്ഞു, അയ്യോ, അബ്ശാലോം ഹെബ്രോന് രാജാവായെങ്കിൽ ഇവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പെടഞ്ഞു മരിക്കുന്നതിൽ ഭേദം കൊട്ടാരം വിട്ട് ഓടിപ്പോകാം. അങ്ങനെയാണ് ഓടിയത്. ഓടി 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 കിദ്രോന്തോട് കിടന്ന് 600 പേരാ കൂടെ പോയത്. ക്ലേത്തിരും പ്ലേത്തിരും അത് സന്തത സഹചാരികളാണ്. അവരെ കൂടെ കൊണ്ടുപോയി യാത്ര ചെയ്ത് കിദ്രോന്തോട് കിടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി അങ്ങനെ പോകുകയാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ദാവീദ് ഒലിവുമലയുടെ കയറ്റം കയറി അർഖനായ ഹൂശായിയെ കണ്ടു. അവനെ പറഞ്ഞ് യെരൂശലേമിലോട്ട് വിട്ടു. ഹൂശായി ദാവീദിനെ കണ്ടപ്പം ഇവർ തമ്മിൽ സ്നേഹിതരാ. ഹൂശായി പറഞ്ഞു, അയ്യോ രാജാവേ, ഇങ്ങനെ സംഭവിച്ചല്ലോ. അപ്പം ഹൂശായി പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരിക. ദാവീദ് പറഞ്ഞു, നിനക്ക് എന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോടും പ്രിയമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ നീ എൻ്റെ കൂടെ വരരുത്, നീ യെരൂശലേമിലോട്ട് പോകണം. അതന്നെ അത് പറയാം. ഈ ഓടിപ്പോയ കൂട്ടത്തിൽ ദാവീദ് ഒരു വാർത്ത കേട്ടു, അഗീഥ പോലും അബ്ശാലോമിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഓടിപ്പോയ പോക്കിന് പുള്ളി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒത്തിരിയൊന്നും പ്രാർത്ഥിച്ചില്ല. കർത്താവേ, അവൻ്റെ ആലോചനയെ അബദ്ധമാക്കണം. ഒറ്റ വാക്ക് പറഞ്ഞു, അഗീഥോബേലിന്റെ ആലോചനയെ അബദ്ധമാക്കണം, വ്യർത്ഥമാക്കണം. ഓടിപ്പോയ പോക്കിന് ദാവീദൊന്ന് ഞരങ്ങി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവമക്കളോട് പറയാം, നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കുന്നൊരു ദൈവമുണ്ട്.
വിഷയങ്ങളുടെ മധ്യത്തിൽ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാനും മറുപടി പറയാനും പറ്റാത്ത വിധത്തിൽ ഗൽഗതത്തോടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഇതെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് നീ ഒരു ദീർഘശ്വാസം വിട്ടാൽ ആ ശ്വാസം അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതം ചെയ്യും. അപ്പോൾ ഓടിപ്പോയ കൂട്ടത്തിൽ ദാവീദ് പറഞ്ഞു, കർത്താവ് ഇവന്റെ ആലോചനയെ അബദ്ധമാണ്. അതുകൊണ്ട് ആ ഹൂശായി ഇവർ തമ്മിൽ കണ്ടപ്പോൾ ഹൂശായിയോട് പറഞ്ഞു, നീ യെരൂശലേമിൽ പോകണം. അതിന് എനിക്ക് വിരോധമായിട്ട് മിക്കവാറും അഗീതോബൽ എഴുന്നേക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നീ പോയാലേ എൻ്റെ കാര്യം ശരിയാകുള്ളൂ. ഈ ചിലർ ശരിയാകണമെങ്കിൽ ചിലർ വരണം, വേണ്ടേ? പിന്നെ സ്തോത്രം, ചിലർ വരണം. അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടാനെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം വളരുന്ന പെൺപിള്ളേരുണ്ട്. ഉദാഹരണമാണ്, അവരെ കെട്ടിച്ച് ഒരു വീട്ടിൽ വിടുമ്പോൾ അവിടെ നല്ല ജഗജല്ലിയ ഒരു അമ്മായിയമ്മ കാണും. ഇവിടെ നല്ല സൂചിമനെ നിർത്തും. ഇവൾ അപ്പനെ അമ്മയെ അത്ര വലിയ ബഹുമാനം കൊടുക്കാതാണ് ജീവിച്ചത്. അവിടെ ചെല്ലുമ്പോൾ മറ്റേ തള്ള ഇവളെ സൂചിമനെ നിർത്തും. എന്നിട്ട് ഇവൾ വന്ന് ഇവിടെ അവിടുത്തെ അമ്മച്ചിക്ക് പോരാട്ടം വന്നുമല്ല, നീ ശരിയാകാൻ ദൈവം ആ തള്ളയെ വെച്ചിരിക്കുന്ന ഈയിടെയെങ്കിലും ചാകുകയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് അവർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും ചാകുകയില്ല. ദൈവം അതെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുക. സ്തോത്രം. അപ്പം ചിലര് ഒതുങ്ങണമെങ്കിൽ ചിലര് വരണം. ചില സഭകളിലൊക്കെ, നമ്മുടെ ഇവിടെ കുഴപ്പമില്ല, ചില സഭകളിൽ ഉപദേശിമാരെ വിറപ്പിക്കുന്ന ചില അച്ചായന്മാരുണ്ട്. പാസ്റ്റർ കമ്മിറ്റിയിലൊക്കെ കമ്മിറ്റി ആയിരിക്കും, ചിലപ്പോൾ സെക്രട്ടറിയോ ട്രഷറൊക്കെ ആയിരിക്കും. പാസ്റ്റർമാരെ കിടുകിട വിറപ്പിക്കും. പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ആരാന്നറിയാം, ഇവിടെ ഇരുന്ന പാസ്റ്റർമാരൊക്കെ എന്നോട് ചോദിക്കാതൊന്നും ചെയ്യത്തില്ല, ഞാൻ അപ്പടിയാ. നേരത്തെ ഇരുന്ന പാസ്റ്ററോട് ചോദിക്കണം, പുള്ളി കണ്ടം വഴിയാ ഓടിയത്, പുള്ളിയുടെ അരകല്ലും പിള്ള ഇപ്പോഴും ഇവിടെ എടുക്കാൻ മറന്ന്. എന്നെ ഒന്ന് ചോദിച്ചു നോക്കണം ഞാൻ ആരാണെന്ന്. സ്തോത്രം. അങ്ങനെയൊക്കെ ഉപദേശിമാരെ കിടുകിട വിറപ്പിക്കുന്ന അച്ചായന്മാരും ചില ഇടങ്ങളിൽ ഉണ്ട്. പക്ഷെ അവർ വീട്ടിൽ ചെന്നാൽ പഞ്ചപുച്ച അമ്മാമ്മ ചൂണ്ടുമറ്റില്ല നിർത്തിയേക്കുന്നത്, അനങ്ങനെ അനുവദിക്കുകയല്ല. മോളി എന്നാ ഉണ്ടോ അനങ്ങുകയല്ല. ചിലരെ ഒതുക്കാൻ ചില വിഷയങ്ങൾ ദൈവം ചെയ്യും. അപ്പൊ ഈ അഗീതോബലിന്റെ ആലോചന അബദ്ധമാകണമെങ്കിൽ ഹൂശായി അവിടെ ചെല്ലണം. അപ്പൊ അർക്കനായ ഹൂശായിയെ ദാവീദ് പറഞ്ഞ് യെരൂശലേമിലോട്ട് വിട്ടു. എന്നിട്ട് ദാവീദ് പിന്നെയും മുമ്പോട്ട്. അങ്ങനെ ചെല്ലുമ്പോൾ ഈ ശിമയിയെ കാണുന്നത്, ബെന്യാമീൻ ഗോത്രത്തിൽ ഗേരയുടെ മകൻ ശിമയി, അവൻ ബെന്യാമീൻ ഗോത്രജന. ഇവൻ ദാവീദിനെ കണ്ടുടനെ അരിശം കയറി, ചുമ്മാ കഥയൊന്നും അറിയാതെ ചുമ്മാ കയറി ഇവൻ കല്ലും പൂടിയെല്ലാം മാരി എറിയുക. എന്തിനാണ് അറിയുന്നത്? ഞാനും ചുമ്മാ നിൽക്കല്ലേ എറിയട്ടെന്ന്. അതൊരു പ്രാഗി, ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ, രക്തപാതക, നീച്ച, പോ എന്ന് പറഞ്ഞ് ദാവീദിനെ പ്രാകുക. നീ ഗുണം പിടിക്കുകയല്ലടാ, നീ ശൗൽ കുടുംബത്തെ മുടിച്ചവനാടാ, നീ ഗതി പിടിക്കുകയല്ല, അങ്ങ് ചുമ്മാ പ്രാകുക. അപ്പൊ കൂടെയുള്ള അബീശായി തൻ്റെ അനന്തരവന്മാരുമൊക്കെ ഉണ്ട്. ഇവർ പറഞ്ഞു, സ്തോത്രം, ദാവീദെ നിന്നെ അവൻ പ്രാകുന്നു, അവനെ വെട്ടിക്കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു, അവൻ നമ്മുടെ വിഷയമല്ല, അവനല്ലിപ്പം നമ്മുടെ എൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന എൻ്റെ ചെറുക്കൻ കൊടുവാളുമായിട്ട് നിൽക്കുക അപ്പനെ കണ്ടിക്കാൻ. പിന്നെ പുറത്തുള്ളവനെ നമ്മൾ അകത്തുള്ളവനാണ് നമ്മുടെ വിഷയം. ഹൈന്ദവ സ്നേഹിതന്മാരല്ല നമ്മുടെ വിഷയം, മുസ്ലിം സ്നേഹിതന്മാരല്ല നമ്മുടെ വിഷയം, ഇതര മതസ്ഥരല്ല നമ്മുടെ വിഷയം. അവരൊക്കെ പാവത്തങ്ങൾ, അതല്ല വിഷയം. വിഷയങ്ങളെല്ലാം അകത്താ. സ്തോത്രം. ദാവീദ് പറയുക, അവൻ ബെന്യാമീൻ ഗോത്രക്കാരനല്ലേ? അതെ, അവനല്ലല്ലോ വിഷയം. എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് എൻ്റെ ചെറുക്കൻ കൊടുവാളുമായിട്ട് നിൽക്കുക, എന്നെ കണ്ടിക്കാൻ. അപ്പം പിന്നെ അവൻ എന്തെങ്കിലും അല്ല അച്ഛാ, അവൻ പ്രാകുന്നുണ്ട്. അത് പ്രാകട്ടെ. അല്ല, പഴമക്കാർ പറയല്ലേ, വേറെ ദിവസത്തിലില്ല, പഴയ ആൾക്കാർ 6 പോകുന്നത് 100 പറഞ്ഞാൽ ഒന്നെങ്കിലും. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പഴമൊഴി? ഇല്ലേ? നിങ്ങളുടെ അതിൽ 6 ഉണ്ടല്ലോ, പിന്നെ ഞാൻ കേൾക്കാൻ. 6 പോകുന്ന 100 രാഗിയാൽ ഒരെണ്ണമെങ്കിലും ഏക്കുവന്ന പഴമക്കാരുടെ പഴഞ്ചൊല്ല എന്ന പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും, ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും. ദൈവമക്കളോട് ഒരു കാര്യം പറയാം, നിന്നെ അനുഗ്രഹിക്കാമെന്നും ഉയർത്താമെന്നും മാനിക്കാമെന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ട് ആര് കരുക്കളൊരുക്കിയാലും, ആര് സൂത്രങ്ങൾ മെനഞ്ഞാലും, ആര് തന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊന്നും നിനക്ക് ഫലിക്കത്തില്ല.
യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്ക് പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പടക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പേടിപ്പാനില്ല. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരായുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് പാടാൻ വയ്യ, മൈക്കിൻ്റെ കുഴപ്പമുണ്ട്, എനിക്കും കുഴപ്പമുണ്ട്. എന്നാൽ ആ പഴയ പാട്ട് നല്ല അറിയാവുന്നവരെടുത്ത് പാട്. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നീ നിന്റെ ബുദ്ധയാവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. നിന്റെ ബുദ്ധയാവൻ നിന്നവകാശം സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത ഇന്നയോളം കൺഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം കൺഭുജത്താ എന്നെ താങ്ങി നാമമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരായുധവും ഫലിക്കത്തില്ല. ഇവിടെ ദാവീദ് പറഞ്ഞു അവൻ പ്രാകട്ടെ, അവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ്റെ, അവൻ പ്രാകട്ടെ. അങ്ങനെ ദാവീദ് പിന്നെയും മുമ്പോട്ട് ഓടി ഓടി യോർദാൻ കടവിൽ വന്നു. പക്ഷേ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. യോർദാൻ കടവിൽ ദാവീദ് എത്തി. അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ അർഖ്യനായ കൂശായി യെരൂശലേമിൽ വന്നു. അപ്പൊ അർഖ്യനായ കൂശായി യെരൂശലേമിൽ വന്ന ഈ അബ്ശാലോമും കൂശായും കൂടെ കണ്ടു. അപ്പൊ കൂശായി അബ്ശാലോം കൂടെ കണ്ടപ്പോൾ കൂശായി പറഞ്ഞു, അബ്ശാലോം കുമാരാ ജയ 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 വന്ദനം ചൊല്ലി. പണ്ടൊക്കെ പെന്തിക്കോസുകാർ കാണുമ്പോൾ അങ്ങനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഓറി. ഇപ്പൊ പിന്നെ അതൊന്നും ഇപ്പൊ പിന്നെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പണ്ടൊക്കെ അല്ലേലൂയ പറയുമായിരുന്നു. വടി വെച്ച് കണ്ടാലും വണ്ടിയെ വെച്ച് കണ്ടാലും ബസ് സ്റ്റോപ്പിൽ നിന്നാലും തമ്മിൽ തമ്മിൽ കാണും ഹല്ലേലൂയ. നമ്മുടെ കുമ്പനാട്ടുണ്ടായിരുന്ന അച്ചായൻ സൈക്കിളിൽ വരുന്നത്, പേരും മറന്നു പോയി, അലിച്ചാനോടെ പോയി. ആ നമ്മുടെ കുമ്പനാട്ട് സൈക്കിളിൽ വരുന്നത് OPA പണ്ടുണ്ടായിരുന്ന ഇല്ല, പേരും മറന്നു പോയി. കുഞ്ഞുട്ടിച്ചാൻ സ്തോത്രം. നമ്മുടെ കുറവക്കാല പാപ്പിച്ചാനും എന്നെ കാണുമ്പോൾ ഹല്ലേലൂയ പറയുമായിരുന്നു. പഴയ ആൾക്കാരില്ല അങ്ങനെ. ഇപ്പം പിന്നെ അങ്ങനൊന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. യോഗത്തിൽ നിന്നോട്ട് ഹല്ലേലൂയ പറയുന്നില്ല, പിന്നെ വഴി വെച്ച് കണ്ട ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് വന്ദനം ചൊല്ലി അബ്ശാലോം കുമാര ജയ ജയ ജയ. അപ്പൊ അബ്ശാലോം ചോദിച്ചേട്ടാ, നീ എൻ്റെ അപ്പൻ്റെ സ്നേഹിതനല്ലേ? അതെ. അപ്പൊ എൻ്റെ അപ്പനാകുന്ന നിന്റെ സ്നേഹിതന് ഒരനർത്ഥം വരുമ്പോൾ നീ അങ്ങോട്ടല്ലേ പോകണ്ടേ, നീ പിന്നെ ഇങ്ങോട്ട് വന്നത്? അപ്പൊ കൂശായി പറഞ്ഞു, ഇസ്രായേലും ദൈവവും ആരെ രാജാവാക്കും, അവരുടെ കൂടെ ഞാൻ നിൽക്കും. ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഈ അബ്ശാലോം കൂശായിയെ പിടിച്ച് ചേർത്ത് നിർത്തി. സമയം അങ്ങോട്ട് അടിഞ്ഞു നീങ്ങി. അതാ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയത് അഗീതോബൽ പയ്യ രംഗത്ത് വന്നു. അപ്പൊ അഗീതോബലിന്റെ രണ്ടാമത്തെ ആലോചനയാണ്. ആദ്യം പുള്ളി ഒരു ആലോചന പറഞ്ഞ് 16-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അത് പൊതുവിൽ വായിപ്പിക്കുന്നില്ല. ഇവൻ പൂള് വെച്ച് കൊടുത്തു. നിന്റെ അപ്പനും നീയും കൂടെ കൊമ്പാന്ന് നാട്ടുകാരറിയണം. അപ്പോൾ ചോദിച്ചു അതിനെന്നാ അതിന് പോകുമ്പോഴുണ്ട്, നീ വെൺമാടത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഇവൻ പൂള് വെച്ച് കൊടുത്തു, നീ വെൺമാടത്തിൽ കയറിക്കോളാൻ പറഞ്ഞു. നാട്ടുകാർ മുഴുവൻ കാണട്ടെ. അബ്ശാലോമിനെ പറഞ്ഞ് വെൺമാടത്തിലോട്ട് വിട്ടു. അത് ഒന്നാമത്തെ പൂളാണ്. രണ്ടാമത്തെ പൂളാണ് 17-ാം അധ്യായത്തിൽ. ഇന്ന് രാത്രി 12,000 പേരെ തിരഞ്ഞെടുത്ത് ഞാൻ ദാവീദിനെ പിന്തുടരും, ക്ഷീണിച്ചും
അധൈര്യപ്പെട്ടുമിരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ജനമെല്ലാം ഓടും, ദാവീദ് ഒറ്റപ്പെടും, ഞാൻ അവനെ വെട്ടും. ഇതാണ് അഹീതോബലിൻ്റെ ആലോചന. ആലോചനയ്ക്കകത്ത് 3-4 പാഠമാണ്. 1 പിന്തുടരും, 2 ഭ്രമിപ്പിക്കും, 3 ഞാൻ ദാവീദിനെ വെട്ടും, ജനമെല്ലാം ചിതറും. അപ്പൊ പിന്തുടരും, ഭ്രമിപ്പിക്കും, ജനത്തെ ചെതറിപ്പിക്കും, ദാവീദിനെ വെട്ടും. ഇതാണ് അഹീതോബലിൻ്റെ ആലോചന. സ്തോത്രം. ദാവീദിനെ ഒരു വെട്ട് വെട്ടിയാൽ മതിയല്ലോ, എന്നാലും മൊത്തം ചെതറി. ഒരൊറ്റ വെട്ട്, പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരൊറ്റ വെട്ട് വെട്ടിയാൽ മതി, കൂടെയുള്ള ജനമെല്ലാം ചെതറും, എല്ലാം ഭ്രമിക്കും. സ്തോത്രം. പക്ഷേ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരുന്നുകൊണ്ട് ആരും ഭ്രമിച്ചില്ല. അത് കർത്താവ് നേരത്തെ കണ്ടതുകൊണ്ടാ 5 ആഴ്ച മുമ്പ് ദൈവം വെളിപ്പാട് തന്നേച്ച് പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് വെട്ടേറ്റില്ല. സ്തോത്രം, സ്തോത്രം. ഏക്കാൻ വേണ്ടി സാറ്റർഡേ തന്നെ വെട്ടിയത്. സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് മനസ്സില്ല. ഞാൻ ശനി, ഹിന്ദിയിൽ എങ്ങനെയാ പറയുന്നത്? ശനിവാർ. ശനിവാർ. അപ്പോൾ ഹിന്ദി ഒരു ഇംഗ്ലീഷ് ഒരു മലയാളം ഇരിക്കട്ടെ. ശനിയാഴ്ച ഒരു 5 മണി ആയപ്പോൾ ഒറ്റ വെട്ട് വെട്ടിയപ്പോൾ ഓർത്തത് ജനമെല്ലാം ചെതറും, ഭ്രമിക്കും, ഓടിപ്പോകും. സൺഡേ ഇവിടെ ആരും വരികയില്ല. പക്ഷെ ആ സൺഡേ ആള് കൂടി. കാരണം മറ്റൊന്നുമല്ല, ഓടിപ്പോയപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ ആലോചനയെ വ്യർത്ഥമാക്കണം. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വിരോധമായി, ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി അവൻ ആരാലോചന പറഞ്ഞാൽ അതിനെ അബദ്ധമാക്കാൻ കഴിവുള്ളവൻ ദൈവം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ അഹീതോബലിന്റെ ആലോചന, ഒന്ന് ഞാൻ പിന്തുടരും. പിന്തുടരും. ഇതിപ്പം നിങ്ങൾ ഓർക്കുന്ന കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പിന്തുടരുന്നതാണ്. അല്ലല്ലോ, വർഷങ്ങളായിട്ട്. പിന്നെ നിങ്ങൾ ഓർക്കുന്ന 4-ാം നാളെങ്ങാണ്ട് ഏറ്റതാ. സ്തോത്രം. ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അതിൽ വേറൊരു സഹോദരൻ പറഞ്ഞു 1.5 വർഷം മുമ്പ്. അത് വേറൊരു വിഷയം. പിന്തുടരുക, പിന്തുടരുക. എന്നോട് ചിലർ പറഞ്ഞത് ഇനിയൊന്നും സംസാരിക്കേണ്ടത്, അതിൻ്റെ നിയമം പഠിച്ചവർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല. അവർ പറയും പോലെ ഇനി ഒക്കൂ. സ്തോത്രം. നമ്മളിനിയിപ്പം സംസാരിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അപാകത വന്നെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അവർ അതിൻ്റെ വകുപ്പുകളും നിയമവും അറിയാവുന്നവർ പറയുന്നതനുസരിച്ചായിരിക്കും ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതോ ഞാൻ പറയണോ? തങ്കച്ചാൻ പറ, എന്തേലും പറ. ഒന്നും മിണ്ടുന്നില്ലേ? തങ്കച്ചാൻ എന്നാ പറയുന്നത്? പാവം, അങ്ങേര് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ അത് മതി, അത് മതി. ഇതാണ് അഹീതോബലിന്റെ ആലോചന. ഞാൻ പിന്തുടരും, പിടിക്കും. സ്തോത്രം. ഭ്രമിപ്പിക്കും, ജനമെല്ലാം ചെതറി ഓടും. അപ്പൊ ദാവീദ് ഒറ്റപ്പെടും, സൂക്ഷം വെട്ടും. ഇതാണ് അഹീതോബലിന്റെ ആലോചന. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ആലോചനയെല്ലാം അഹീതോബൽ പറഞ്ഞ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അബ്ശാലോമും ആൾക്കാരും എല്ലാം ആലോചന കേട്ട് ബലപ്പെട്ടു. നമ്മുടെ പെന്തിക്കോസ് ശൈലി പറയാം, അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശൈലി. ആലോചനയെല്ലാം പറഞ്ഞ പുള്ളിക്ക് ഒരു കൈമടക്കൊക്കെ കൊടുത്തു. ആട്ടെ ബ്രദറെ, ഇനിയും വിളിക്കുമ്പോഴും വന്ന് ആലോചന. ഇങ്ങനെല്ലാം അങ്ങോട്ട് പോയി. ആലോചന അങ്ങോട്ട് പറഞ്ഞ് ബലപ്പെട്ട് കഴിഞ്ഞപ്പം ഈ അബ്ശാലോം പറഞ്ഞു,
അഗീതോബേൽ ആലോചന പറഞ്ഞു ശരിയാ, പക്ഷെ നമുക്ക് ഹൂശായി വന്നിട്ടുണ്ടല്ലോ, ഹൂശായിയുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാം. എന്നാ ഹൂശായിയെ വിളിക്കാൻ പറഞ്ഞു. ഈ എല്ലാവരുടെ കൂടി നിന്ന് ഗൂഢതന്ത്രം മെനഞ്ഞുകൊണ്ടാണ് ഇത് കുഴഞ്ഞത്. ഒരുത്തനായിരുന്നു എങ്ങനെയും പിന്നെയും കയറി വരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു ഹൂശായി അടുത്ത കാലം വരെ ദാവീദിന്റെ കൂടെ ആയിരുന്നു, പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പൊ ദാവീദിന്റെ കൂടെ ഇല്ല. അപ്പൊ നമുക്ക് ഹൂശായിയും കൂടെ ഉണ്ട്. ഹൂശായിയെ വിളിച്ചു. ഹൂശായി കൊണ്ടുവന്ന് ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്ന അബ്ശാലോ ഹൂശായിയുടെ 5-ാം വാക്യം വായിച്ചേ, 17:5. എന്നാൽ അബ്ശാലോ അർഖ്യനായ ഹൂശായിയെ വിളിക്കുക, അവന്റെ അഭിപ്രായം കൊണ്ട് നമുക്കൊന്ന് കേൾക്കാമല്ലോ. ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോ ഹൂശായിയോട് അഗീതോബേൽ ഇന്ന പ്രകാരം എല്ലാം പറഞ്ഞു, അതുപോലെ ചെയ്യണോ അല്ലെങ്കിൽ നീ പറയാൻ പറഞ്ഞു. അപ്പൊ ഹൂശായി എന്നാ പറഞ്ഞേ? ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞത് അഗീതോബേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന അവൻ വെച്ചു കൊടുത്തു. അഗീതോബേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയി കരടിയെ പോലെ ഉഗ്രമാനസനമാകുന്നു. നിന്റെ അപ്പൻ നല്ല യോദ്ധാവാകുന്നു. അവൻ ജനത്തോടു കൂടെ രാപാർക്കത്തില്ല. അവനിപ്പോൾ വല്ല മലയിലോ ഗുഹയിലോ വല്ലതും ആയിരിക്കും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരി മഹാസംഹാരമുണ്ടായത് ഇസ്രായേൽ മക്കൾ എല്ലാവരും അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. എനിക്ക് ഈ ഭാഗത്തൊക്കെ നിന്ന് 5 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ പറയാം ഞങ്ങൾ രാവിലെ മുതലേ ഇത് കേട്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം. ഈ ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോം ചോദിച്ചു, അഗീതോബേൽ ഇന്ന പ്രകാരം ആലോചന പറഞ്ഞത്, 1 പിന്തുടരും 12,000 പേരെ എടുത്ത്, 2 ഭ്രമിപ്പിക്കും, 3 ജനമെല്ലാം കൂടെ ചെതറിയോടും, 4 ദാവീദിനെ വെട്ടും. പുള്ളി അതാ പറഞ്ഞേക്കുന്നത്. നിന്റെ അഭിപ്രായം എന്നാ? അപ്പൊ ഈ ഹൂശായി ദാവീദിന്റെ അടുക്ക് വന്ന് അബ്ശാലോമിന്റെ അടുക്ക് വന്ന് പറയാ, അഗീതോബേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്ന. എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പന്റെ കാലം മുതലേ പുള്ളി ആലോചന പറഞ്ഞുകൊണ്ട് എല്ലാം പച്ചലയും കത്രികയും പോല, പക്ഷെ ഇത് തെറ്റി. ഈ വിഷയത്തിൽ സ്തോത്രം, പിടിച്ച കൊമ്പ് മാറിപ്പോയി. ഈ വിഷയത്തിൽ തെറ്റി. മറ്റു വിഷയം അതൊന്നും എനിക്കറിയത്തില്ല. ഈ വിഷയത്തിൽ തെറ്റി. എങ്ങനെ തെറ്റി? ഇതുവരെയും ആ വീഡിയോ ഒന്ന് കാണുന്നില്ല. ഇത് തെറ്റി. ആ ആധാരത്തിന്റെ കോപ്പി ഇതുവരെ ഒരാഴ്ചയായി. ഇതിൽ തെറ്റി. $15,000 ചോദിച്ച് മേടിച്ചെന്ന് പറഞ്ഞ് ആരും ഇതുവരെ രംഗത്തും. അതിലും തെറ്റി. ഇന്ന ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു, അതും തെറ്റി. ഈഴവനാണെന്ന് എവിടെയോ പറഞ്ഞു, അതിനും ഒരു തെളിവ് ഇതുവരെ, അതും തെറ്റി. ഇനി എന്നാ തെറ്റാൻ? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അഗീതോബേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അതിന് കാരണം പുള്ളി പറഞ്ഞു, ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അവൻ കുടുംബപ്രവാചകനാ. അതല്ലേ 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ 1 കുടുംബപ്രവാചകൻ, 2 സ്വന്തം മന്ത്രി. വായിച്ചേ 15, 12, 16, 23 വേഗത്തിൽ. ദാവീദിന്റെ മന്ത്രി. അപ്പൊ ഈ അഗീതോബേൽ മന്ത്രിയാ. ഇനി 16, 23. അപ്പൊ ഇത് രണ്ടും വായിക്കുമ്പോ 1 മന്ത്രിയും 2 കുടുംബത്തിന്റെ ഉപദേഷ്ടാവാ. അബ്ശാലോമിനും ദാവീദിനും അഗീതോബേലിന്റെ ആലോചനയല്ല ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹൂശായി പറഞ്ഞ് അതൊക്കെ നല്ലതാ, പക്ഷെ ഇത് തെറ്റി. ഈ കേസ് പിടിച്ച് തെറ്റിപ്പോയി. അതിനാ പറയാം, അഗീതോബേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അതിനാ അത് പറയാം. എടാ, നിന്റെ അപ്പനും അവന്റെ ആടുകളും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും, അങ്ങനല്ലയോ സിസ്റ്ററെ? അല്ലല്ലോ, വായിച്ചോ, ഒന്നോട് വായിച്ചേ. അർഖ്യനായ ഹൂശായി. നിന്റെ അപ്പനും അവന്റെ ആളുകളും
നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രസന്മാരുമായിരുന്നു. ഉഗ്രമാനസൻ എന്ന് പറഞ്ഞാൽ ഹൂശായി പറഞ്ഞു തരാം, നീ എല്ലാരെയും തൊട്ടതുപോലെ തൊട്ട സ്ഥലം മാറി. കാരണം നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാ. സ്തോത്രം. എടാ പൊട്ടാ, നീ ഉദ്ദേശിക്കും പോലെ അല്ല ദാവീദ്. അവന്റെ കൂടെയുള്ളവരും. ഇവിടെ ഹെബ്രോൻ സഭയുടെ പ്രത്യേകത അവൻ അടിയും കേസും മടക്കുമല്ല, പ്രാർത്ഥനയാണ്. ഏത് വിഷയം വന്നാലും ദൈവസഭയും മുടങ്ങാനും അടക്കും. ഇവിടെ ആരാധനയാ വിഷയം, പ്രാർത്ഥനയാ വിഷയം. നമ്മുടെ ബലം ആത്മീക ബലമാ. യഹോവയാകുന്ന യാഗാ നമ്മുടെ ബലം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാ. നമ്മുടെ ബലം ആത്മബലമാ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ശക്തിയാലത്രേ. സൈന്യത്താലും ശക്തിയാലുമല്ല, ഓ ദൈവത്തിന്റെ ശക്തിയാലത്രേ. ഹല്ലേലൂയ പാടാം. ഓ വാരിക്കല്ലു കായത്താ ദൈവ സഭ പണിയാ. ആർത്തുപാടി സ്തുതിക്കാം. ഓ ഹല്ലേലൂയ പാടാം. ഓ വാരിക്കല്ലു ദൈവസഭ പണിയാം. ഓ പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ. ഓ പിന്മഴമല്ല. ഓ പെന്തക്കോസ്തു ഓടി മഴ പെയ്ച്ച കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാ. നീ ഉമ്മ ആളും തരം പറഞ്ഞു വേണം കളിക്കാൻ. നിന്റെ അപ്പനും അവന്റെ ആളുകളും. ദാവീദിന്റെ വീരന്മാരെ പറ്റി എഴുതിയിരിക്കുന്നത് അവര് ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറി വന്ന. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും അത്ര മിടുക്കന്മാരാ. ഈ വലങ്കൈ വശമുള്ളവന് വലങ്കൈ കൊണ്ടേ വെക്കുള്ളൂ. ഇടങ്കൈ വശമുള്ളവന് വലങ്കൈയും വശവാ. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും അമ്മമാർ കല്ലെറിയും. ദാവീദിന്റെ കൂടെ ഉള്ളവന്മാർ. വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അവര് സിംഹമുഖന്മാരെന്ന. സിംഹ വായിച്ചേ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ആദ്യം വായിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം. കീശന്റെ മകനാകുന്ന ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്ത് സിക്ലാഗിൽ ചെല്ലുമ്പോൾ അവന്റെ അടുക്കൽ വന്നവർ അവരുടെ വീരന്മാരുടെ കൂട്ടത്തിൽ ദാവീദിന് യുദ്ധത്തിൽ തുണ ചെയ്തു. അടുത്ത വാക്യം, അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിയുവാൻ വില്ലുകൊണ്ട് അമ്പയ്യാനും. ഈ ടൈപ്പ് സാധനമാ ദാവീദിന്റെ കൂടെ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ നീ ഉമ്മ കൊണ്ട് സ്തോത്രം. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറിയും. മതിയല്ലോ. മാത്രമല്ല 7-ാം വാക്യത്തിൽ അവർ സിംഹമുഖന്മാരെന്നാ. 12-7 മുതൽ വായിച്ചേ. വായിച്ചോ. പരിചയം കുന്തമിടുമ്പോൾ പ്രാപ്തികളുള്ള പുരുഷന്മാരും ഗാദ്യരെ പിരിഞ്ഞ് ദുർഗത്തിൽ അവന്റെ അടുക്ക വന്നു. അടുത്ത വാക്യം, അവർ സിംഹമുഖന്മാരെന്നാ. മതി. ഇവർ നല്ല സിംഹമുഖന്മാരാ. ഈ PG മാത്യു സാറിൻ്റെ അമ്മാവിയപ്പൻ MT മാത്യു അവർകൾ എൻ്റെ അധ്യാപകനാണ്. മൈക്ക് മത്തായിച്ചൻ എന്ന് പഴയ ആൾക്കാർ വിളിക്കും. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളെ വചനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മ വന്നു. സിംഹമുഖന്മാർ. അദ്ദേഹം പറഞ്ഞത് ഞാൻ കടമെടുക്കുക. ഈ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലിട്ടപ്പോൾ ദാനിയേലിൻ്റെ മുഖവും സിംഹമുഖമായെന്ന്. അപ്പോൾ അവിടെ കിടന്ന സിംഹം ചെന്ന സിംഹത്തെ കണ്ട്